ഞാൻ എപ്പോഴും പറയാറുണ്ട് റെറ്റിനോൾ എന്ന് പറയുന്ന സാധനം പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്തുകൂടാന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്തുകൂടാന്ന് പറയുന്നത്? നമ്മൾ റെറ്റിനോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രെറ്റിനോയിഡ് അല്ലെങ്കിൽ റെറ്റിനാൾ അല്ലെങ്കിൽ ട്രെറ്റിനോയിൻ എന്നൊക്കെ പറയുന്ന സാധനം വിറ്റാമിൻ എയുടെ അണ്ടറിൽ വരുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. വിറ്റാമിൻ എ പൊതുവേ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് കഴിക്കാറില്ല. ഐ മീൻ ഹൈ കോൺസെൻട്രേഷനിൽ വിറ്റാമിൻ എ ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കാറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കുട്ടിക്ക് ബെർത്തിൽ ഡിഫക്റ്റ് ഉണ്ടാക്കും. ക്ലെഫ്റ്റ് പാലറ്റ്സ്, ഹാർട്ട് ഡിസീസ്, ഹെയർ ഡിഫക്ട്സ്, ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ സ്പൈനൽ കോഡിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് വിറ്റാമിൻ എ നമ്മൾ അധികം പ്രഗ്നൻസിയുടെ സമയത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാത്തത്. ഈവൻ ദോ ടോപ്പിക്കൽ എമൗണ്ടിൽ കുറച്ച് റെറ്റിനോളേ ഉള്ളെങ്കിലും അത് എങ്ങനെ കുട്ടിയെ ബാധിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്, എത്തിക്കൽ റീസൺ കാരണം നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് റെറ്റിനോൾ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അതിന് ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് പെപ്റ്റൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബക്കച്ചുവൻ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ബക്കച്ചുവൻ ഇൻഡിവൈലിൽ അവൈലബിൾ ആയിട്ടും ഉണ്ട്. എന്തെങ്കിലും ഡോട്ട് കൺബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.